ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ടിപ്സിൻ്റെ ഒരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ആരോഗ്യപരമായ വീഡിയോ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. അത് വളരെയധികം ഗുണമാണ് നമ്മൾക്ക് ഈ എക്സസൈസിലൂടെ ഈ ആഹാരം നൽകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതിന് നമുക്ക് എക്സസൈസിൽ എനർജി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പൊട്ടാറ്റോ ആണ്, അഥവാ ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായി അരിഞ്ഞ് വറുത്ത് നമുക്ക് ആ എക്സസൈസിന് മുന്നോടിയായി കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഊർജം നമുക്ക് തിരികെ ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായും ഈ ഊർജങ്ങൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൽ നിന്നും ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അസാമാന്യമായ ഗുണമാണ് ഈ ഉരുളക്കിഴങ്ങിനുള്ളത്. അതിനാൽ എക്സസൈസ് ചെയ്യുന്നവർ തീർച്ചയായും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സർസ എന്നിങ്ങനെയുള്ള വസ്തുക്കളും ഈ വളരെയധികം പ്രോട്ടീൻ കലവറയാണ്. ഇത് കഴിക്കുന്നതും വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ രീതിയിൽ കഴിക്കുന്നത് പ്രധാനമായും ഇതിൽ എണ്ണ കുറച്ചുപയോഗിക്കുന്നതാണ് നല്ലത്. ഉരുളക്കിഴങ്ങ് നൈസായ അരിഞ്ഞെടുത്തതിന് ശേഷം ആ ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഒലിവ് ഓയിൽ കൂടി ചേർത്ത് അത് അടിക്കടിക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. ഇങ്ങനെ കഴിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശരീരത്തിൽ. അതുപോലെ പ്രധാനമായും ഈ ഉരുളക്കിഴങ്ങിലെ പ്രോട്ടീൻ, സിങ്ക്, അയൺ, വൈറ്റമിൻസ് എന്നിവയുടെ എല്ലാം കലവറയാണ് ഉരുളക്കിഴങ്ങ്. അതിനാൽ ഉരുളക്കിഴങ്ങ് ശരീരത്തിന് നമുക്ക് ആവശ്യത്തിലധികം ഊർജവും പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസും ഇതിലൂടെ തന്നെ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വലിയ ഗുണങ്ങളാണ് ഈ ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഒരു രീതിയിലും ഉരുളക്കിഴങ്ങ് ഒഴിവാക്കരുത്. പ്രധാനമായും വർക്കൗട്ട് ചെയ്യുന്നവരും ജിമ്മിൽ പോകുന്നവരുമെല്ലാം തീർച്ചയായും ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ തയ്യാറാകണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആഹാരത്തിന് മുന്നോടിയായും കഴിക്കാം, ആഹാരം കഴിഞ്ഞും ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാവുന്നതാണ്. ഇത് അധികമായി എണ്ണ ഉപയോഗിക്കാതെ വേണം ഉരുളക്കിഴങ്ങ് തയ്യാറാക്കാൻ. അങ്ങനെ ഉരുളക്കിഴങ്ങ് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾക്ക് അമിതവണ്ണം കുറയ്ക്കുവാനും സഹായിക്കുന്നു. അപ്പോൾ ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ്.